വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. പറയാൻ ഇനിയും 45. പിറ്റേ ദിവസം കാലത്ത് ആശ്രയോടൊപ്പം അവളുടെ വീട്ടിൽ നിന്ന് നേരിട്ട് ക്ലിനിക്കിലേക്ക് പോയ വിഭ അന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞാണ് തിരികെ ഫ്ലാറ്റിലേക്ക് എത്തിയത്. താഴെ പാർക്കിംഗ് ഏരിയയിൽ സുദേവിന്റെ കാർ കിടക്കുന്നത് കണ്ടതും സന്തോഷത്തോടെ അവൾ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പടികൾ ഓടിക്കയറി. ഫ്ലാറ്റിന് മുന്നിലെത്തിയപ്പോൾ മുൻപിലെ ഡോർ പകുതി തുറന്നു കിടക്കുന്നത് കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വാതിലടച്ച ശേഷം തിരിഞ്ഞ അവൾ സുദേവിന്റെ മുറിയിൽ ഫാൻ കറങ്ങുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു. കിടക്കയിൽ ഭിത്തിയുടെ വശത്തേക്ക് മുഖം ചരിച്ച് കിടന്നുറങ്ങുകയാണ് സുദേവ്. മേശപ്പുറത്ത് ഇരുന്ന പാതി ഒഴിഞ്ഞ ബക്കാഡിയയുടെ കുപ്പി കണ്ടതും അവളുടെ മുഖം വീണ്ടും ചുളിഞ്ഞു. ഇതെന്താപ്പാ ഇങ്ങനെ? സ്വയം ചോദിച്ചുകൊണ്ട് അവൾ മുറിക്കകത്തേക്ക് കടന്നു. കുപ്പിയോട് ചേർന്ന് ഒരു ഗ്ലാസും തൊട്ടടുത്ത പ്ലേറ്റിൽ കുറച്ച് മിക്സറും ഇരിപ്പുണ്ട്. കൊള്ളാം, ആരുമില്ലാത്തപ്പോ ഇതാ പരിപാടി അല്ലേ? പിറുപിറുത്തുകൊണ്ടവൾ കട്ടിലിനരികെ ചെന്ന് അവനെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു. ഉണ്ണിയേട്ടാ, എന്താ ഇത്? അവളുടെ ശബ്ദം കേട്ട് അവനൊന്ന് മൂളിയിട്ട് വീണ്ടും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. ഇങ്ങ് എഴുന്നേറ്റേ. തോളത്തൊരടി കൂടി കൊടുത്തതോടെ അവൻ കണ്ണു വിഴിച്ചു. വിപക്കുട്ടി എപ്പോ എത്തിയത്? കണ്ണു തിരുമിക്കൊണ്ടവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്ത് കോലായത്? ഇന്ന് മുഴുവൻ ഇതായിരുന്നോ പരിപാടി? മുഖം കനപ്പിച്ചുള്ള അവളുടെ ചോദ്യത്തിന് അവൻ കട്ടിലിരുന്ന് ഒന്ന് വെളുക്കെ ചിരിച്ചു. കൊള്ളാം, നല്ല തേലുണ്ട് ഇളി കാണാൻ. എഴുന്നേറ്റ് ചെന്നൊന്ന് കുളിച്ചേ, ഞാൻ ചായ ഇടാം. അവൾ മേശപ്പുറത്തിരുന്ന ഗ്ലാസും പ്ലേറ്റും എടുത്ത് തിരിഞ്ഞപ്പോഴും അവൻ നിലാവത്തെ കോഴിയെ കണക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഉണ്ണിയേട്ടാ! തെല്ലുറക്കെ അവൾ വിളിച്ചതോടെ തലയൊന്നു കുടഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് തോർത്തുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഒരിക്കൽ കൂടി അവനെ തിരിഞ്ഞു നോക്കിയിട്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞു വന്ന സുദേവിന് നേർക്ക് ചായ നീട്ടിക്കൊണ്ട് വിഭ ചോദിച്ചു. എന്തായിരുന്നു ഇന്നലെ ഇന്നും പരിപാടി? ആരും ഇല്ലാതിരുന്നുകൊണ്ട് ചേട്ടനും അനിയനും കൂടി ശരിക്കൊന്ന് കൂടിയും തോന്നുന്നു. ഹേയ്! ചായ കയ്യിലേക്ക് വാങ്ങി സെറ്റിയിൽ അവളുടെ അടുത്തേക്കിരുന്ന അവന്റെ മുഖം മങ്ങിയിരിക്കുന്നത് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. എന്താ പറ്റിയേ? മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഇന്നലെ വാവ വിളിച്ചിരുന്നു. ഗ്ലാസ് 2 കൈകൊണ്ടും പിടിച്ച് മുന്നിലേക്ക് അല്പമൊന്ന് കുനിഞ്ഞിരുന്നു കൊണ്ടാണ് അവൻ പറഞ്ഞത്. എന്നിട്ട്? ആകാംക്ഷ അടക്കാനാവാതെ അവൾ സുദേവിന്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നിട്ട് കൈ ഉയർത്തി അവന്റെ തോളിൽ മെല്ലെ തൊട്ടു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് അവളുടെ ഹൃദയവും പിടച്ചു. അവൾക്ക് എന്റെ കൂടെ പോരണമെന്ന്. വിരലുകൾ കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചിട്ടാണ് അവനത് പറഞ്ഞത്. ആണോ? അതിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? സന്തോഷിക്കുകയല്ലേ വേണ്ടേ? അങ്ങനെ നമുക്കവളെ കൊണ്ടുവരാൻ സാധിക്കില്ലടാ. കോടതിയിൽ വെച്ച് സമ്മതിച്ചത് പ്രകാരം അവളുടെ കസ്റ്റോഡിയൻ അമ്മയാണ്. അവൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ അതുവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ സെറ്റിയിലേക്ക് ചാരിക്കിടന്നു. നിറഞ്ഞു വന്ന അവന്റെ കണ്ണുകൾ അവൾ കൈവിരൽ തുമ്പുകൊണ്ട് തുടച്ചു. ഇങ്ങനെ വിഷമിക്കല്ലേ ഉണ്ണിയേട്ടാ, ഇത് കണ്ട എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവുക? അവളുടെ കണ്ണുകളും നിറഞ്ഞു. പിടഞ്ഞ പീലികളെ നനച്ച് മിഴികൾ പെയ്തു. അതിന് വിപക്കുട്ടി എന്തിനാ കരയുന്നേ? പിന്നെ ഒരാളിവിടെ തമാശ പറയുകയല്ലേ ഇരിക്കാനായിട്ട്. അവൾ കിറുവിച്ചു. അച്ചോടാ, സങ്കടോയോ? അവൻ അവളുടെ മൂക്കിൻ തുമ്പൊന്ന് മെല്ലെ പിടിച്ചാട്ടി. അവൾ കണ്ണുകൾ തുടച്ച് മൂക്ക് വലിച്ചു. പോട്ടേടാ, വാവ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ സഹിച്ചില്ല, അതായിരിക്കും ഉള്ളത് മുഴുവൻ വലിച്ചു കയറ്റി. ഏയ്, അത് കുറച്ച്. നിറയുണ്ടായിരുന്ന കുപ്പിയാ ഇപ്പൊ പകുതിയായി. നിറയുണ്ടായിരുന്നെന്ന് നിനക്കെങ്ങനെ അറിയാം? സത്യം പറ, നീയും എടുത്ത് അടിക്കാറുണ്ടല്ലേ? അതെ, എനിക്ക് വിഷമം വരുമ്പോ ഞാനും എടുത്ത് കഴിക്കാറുണ്ട്. എന്തേ, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രം ഇതൊക്കെ പറ്റൂ? അവൾ കണ്ണുകൾ കൂർപ്പിച്ചു. അത് കലകി. ഇനിയിപ്പോ കമ്പനിക്ക് വേണ്ടി
വേറെ ആളെ അന്വേഷിക്കണ്ടല്ലോ. അയ്യോ, ഇതിന് ഞാനുണ്ടല്ലോ. ഇടംപല്ല് കൂട്ടിക്കടിച്ച് അവനെ നോക്കിയ അവൾ അവന്റെ താടിയിൽ ഇരു കൈകളുകൊണ്ട് പിടിച്ചു വലിച്ചിട്ട് തോളിൽ അമർത്തിയൊരു കടിയും കടിച്ചു. ഔ, ഈരിപ്പല്ലി. അവൻ തോള് തടവി. കണക്കായിപ്പോയി. ഇനി ഇങ്ങനെ കുടിക്കോ? ഇനി ഇങ്ങനെ കുടിക്കോന്ന് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾപ്പിക്കാം. അവൾ വീണ്ടും അവന്റെ തോളിന് നേരെ മുഖം താഴ്ത്തി. യോ, ഇല്ല, കുടിക്കില്ല. അവൻ ചിരിച്ചുകൊണ്ട് തൊഴുതു. നല്ല കുട്ടി. ലേശം ആവല്ലോ. അവൻ ചുണ്ടുവിരലിന്റെ തുമ്പുകൊണ്ട് കുറച്ചെന്ന് ആംഗ്യം കാട്ടി. അവളൊന്ന് മുരണ്ടു. ലേശം, വല്ലപ്പോഴും, വീക്കെൻഡിൽ ഡീൽ. മുഖത്തൽപ്പം ദയനീയത നിറച്ചുള്ള അവന്റെ ആ ചോദ്യം കേട്ടതും ചുണ്ടിലേക്ക് വന്ന ചിരി അവൾ സമർത്ഥമായി ഒളിപ്പിച്ചു. ഓക്കെ, ഡീൽ. കുറുമ്പി. അവൻ അവളുടെ മുടിയിലൊന്ന് ചിക്കി വിട്ടു. അവൾ കൈ എത്തിച്ച് ടീപ്പോയിലിരുന്ന് റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്തു. സൺ മ്യൂസിക്കിലെ പാട്ട് കേട്ടുകൊണ്ട് അവൾ സെറ്റിയിലേക്ക് ചാരിക്കിടന്നു. ഇടയ്ക്ക് എന്തോ ഓർത്തതുപോലെ TV-യുടെ വോളിയം കുറച്ചിട്ട് അവൾ സുദേവിന് നേർക്ക് തിരിഞ്ഞു. ഉണ്ണിയേട്ടാ. അവനും മുഖം തിരിച്ച് അവളെ നോക്കി. വാവ എവിടെയാ പഠിക്കുന്നിപ്പോ? അവള് ബാംഗ്ലൂരിലുള്ള ഒരു ഹർഷ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലാ. അവരുടെ തന്നെ ഹോസ്റ്റലിലാ നിൽക്കുന്നതും. അവിടെ ചെന്നാ അവളെ കാണാൻ പറ്റില്ലേ? ഇല്ലടാ, പാരന്റ്സ് പറയുന്ന ആളുകൾക്കല്ലാതെ വേറെ ആർക്കും അവർ പെർമിഷൻ നൽകില്ല. ഞാൻ ലീഗലി ഡിവോഴ്സ് ആയതുകൊണ്ട് എനിക്കും അവർ പെർമിഷൻ തരില്ല. പക്ഷേ ഇനി വരുമ്പോ ഇടയ്ക്ക് വിളിക്കാമെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴത്രേ രേഷ്മയുടെ ഫോണിൽ നിന്നും അവൾക്ക് എന്റെ ഫോൺ നമ്പർ കിട്ടിയത്. അത് കേട്ട് വിഭയുടെ മുഖം ചൊളിഞ്ഞു. രേഷ്മ എന്തിനാ ഇപ്പോഴും ഉണ്ണേട്ടന്റെ ഫോൺ നമ്പർ കൊണ്ട് നടക്കുന്നേ? ഒന്നുമില്ല. മുഖത്തെ ചമ്മൽ അവൻ കാണാതിരിക്കാൻ മുഖം തിരിച്ചവൾ സ്വന്തം നെറ്റിയിൽ തല്ലി. അവന്റെ ചുണ്ടിൽ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞത് അവൾ കണ്ടില്ല. വ്യാഴാഴ്ച വൈകുന്നേരം വിഭയും സുദേവും കൂടി അടുക്കളയിൽ രാത്രിയത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ചപ്പാത്തിക്ക് വേണ്ടി കൂണുകൊണ്ടുള്ള ഒരു പുതിയ ഡിഷ് യൂട്യൂബിന്റെ സഹായത്തോടെ ഉണ്ടാക്കാനുള്ള പങ്കപ്പാടിലായിരുന്നു രണ്ടും കൂടി. ആ സമയത്താണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ഒരു മിനിറ്റ്, നീ തരിഞ്ഞോ, ഞാനിപ്പോ വരാം. ഇന്ന് 31 അല്ലേ? ആ പേപ്പറുകാരനായിരിക്കും. അവൻ തോളത്തിട്ടിരുന്ന തോർത്തിൽ കൈ തുടച്ച ശേഷം അതവളുടെ തോളത്തേക്ക് ഇട്ടിട്ട് പുറത്തെ വാതിലിന് നേർക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ അല്പം പ്രായമുള്ള ഒരു സ്ത്രീയും പുരുഷനും പുറത്തു നിൽക്കുന്നത് കണ്ട് അവൻ പുരികങ്ങൾ ചുളിച്ച് അവരെ നോക്കി. രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് അവൻ ചോദിച്ചു, സോറി, ആരാ? മനസ്സിലായില്ല. വിഭാവരി ഇവിടെയല്ലേ താമസം? പുറത്തു നിന്നിരുന്നയാൾ ചോദിച്ചു. അതെ, ഞാൻ അവളുടെ അച്ഛന്റെ അനിയനാ. പേര് കൃഷ്ണൻ. ഇത് എന്റെ ഭാര്യ ശ്രീദേവി. അവളെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, അകത്തേക്ക് വരൂ. അവർക്ക് അകത്തേക്ക് കയറാനായി അവൻ വഴിയൊഴിഞ്ഞു നിന്നു. അകത്തേക്ക് കയറിയ അവർ ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചിട്ട് സെറ്റിയിലേക്കിരുന്നു. നിങ്ങൾ ഇരിക്കുക കേട്ടോ, ഞാൻ വിഭയെ വിളിക്കാം. അവരോട് പറഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു. ആരാ? അവൻ അകത്തേക്ക് ചെന്നതും സവാള അരിയുകയായിരുന്ന അവൾ ചോദിച്ചു. നിന്റെ അച്ഛന്റെ അനിയനും ഭാര്യയും അവതരിക്കുന്നത്, നിന്നെ കാണണമെന്ന്. ഈശ്വര, പണിയായല്ലോ. കത്തി സ്ലാബിലേക്ക് വെച്ച് അവൾ തലക്ക് കൈകൊടുത്തു. എന്താടാ, പ്രശ്നമാണോ? പണിയാ. ഞാൻ ഇടപെടണോ? വേണ്ട, നോക്കട്ടെ എന്തിനാ വന്നേക്കുന്നേന്ന്. സിങ്കിലെ ടാപ്പ് തുറന്ന് കൈ ഒന്ന് കഴുകി തുടച്ചിട്ട് അവൾ പുറത്തേക്ക് ചെന്നു. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സുദേവും അവൾക്കു പുറകെ ഹാളിലേക്ക് നടന്നു. ഇളയച്ചൻ എന്താ ഇവിടെ? കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ നോക്കി അവൾ ചോദിച്ചു. അവളെ കണ്ട് ഇളയച്ചൻ ചിരിച്ചെങ്കിലും ഇളയമ്മയുടെ മുഖം ഇരുളുന്നത് സുദേവ് ശ്രദ്ധിച്ചു. എങ്ങനെയാ വരാതിരിക്കുന്നേ? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നീ ചെയ്തു വെച്ചേക്കുന്നേ? ഇളയമ്മയാണ് സംസാരിച്ചത്.
ഞാൻ എന്ത് ചെയ്തെന്നാ ഇളയമ്മ പറയുന്നേ? എന്ത് ചെയ്തെന്നോ? ഇതുപോലെ കണ്ണി കണ്ടവരുടെയൊക്കെ കൂടെ കയറി താമസിച്ചിട്ട് നിന്ന് വർത്താനം പറയുന്നത് കേട്ടില്ലേ? ആ സരോജന ചിറ്റ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങള് തൊല്ലി ഉരിഞ്ഞു പോയി. അറിയോ നിനക്ക്? ഒന്നുമില്ലേ? നിനക്കൊരു നിമിഷം നിന്റെ അച്ഛനെ കുറിച്ചൊന്ന് ഓർക്കായിരുന്നല്ലോ. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ ആ രമയായിരിക്കും ലൈസൻസ് തന്നത് അല്ലേ? ഇളയമ്മയുടെ ശബ്ദം ഉയർന്നു. ദേ ഇളയമ്മേ, മര്യാദക്ക് സംസാരിക്കണം. ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല കിടന്നൊച്ചെടുക്കാൻ. അച്ഛനെ കുറിച്ച് ഓർക്കണം പോലും. എന്താ ഞാൻ ഓർക്കണ്ടേ? അമ്മ മരിച്ചിട്ട് ഇന്നേവരെ തിരിഞ്ഞു നോക്കാത്ത ആ മനുഷ്യനെ കുറിച്ച് ഞാൻ എന്തിനാ ഓർക്കണം? 10-15 ദിവസം ഞാൻ ആശുപത്രി ചാകാറായി കിടന്നപ്പോഴും തിരിഞ്ഞു നോക്കാത്ത ആളാ. ചിറ്റ വിളിച്ചപ്പോ തിരക്കാണ് പോലും. ഇപ്പൊ എന്തിനാ ഈ വരവെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ മാസവും കിട്ടിയിരുന്ന കാശ് ഇപ്പോ കിട്ടുന്നില്ലല്ലേ? അതായിരിക്കും അച്ഛൻ നിങ്ങളെ പറഞ്ഞു വിട്ടത്. എന്നാ കേട്ടോ, എനിക്കിനി കാശ് കൊടുക്കാൻ മനസ്സില്ല. കാശിന് മാത്രമായിട്ടുള്ള ആ ഒരു ബന്ധം എനിക്കിനി വേണ്ട. പിന്നെ ഞാൻ അഴിഞ്ഞാടി നടക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങേര് കാരണമാ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നേ. ഇതൊക്കെ വിളിച്ചു പറയാൻ ഒരു സരോജിനി അമ്മമ്മയും, അത് കേട്ട ഉടനെ തൊലിയുരിയാൻ നിങ്ങളും. അവൾക്ക് സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. നീ ഇത്ര കിടന്നു തിളക്കാൻ ഇത് നിന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അന്യനൊരുത്തനല്ലേ? ഇളയമ്മ വിടാനുള്ള ഭാവമില്ലായിരുന്നു. അവളൊന്ന് തിരിഞ്ഞ് പുറകിൽ നിന്നിരുന്ന സുദേവിനെ നോക്കി. അവന്റെ ചുണ്ടുകളിൽ ചിരിയായിരുന്നു. ആ ചിരി തനിക്കുള്ള പ്രോത്സാഹനമാണെന്നറിഞ്ഞ അവൾ ഇളയമ്മയ്ക്ക് നേരെ വീണ്ടും തിരിഞ്ഞു. ഈ നിൽക്കുന്നത് അന്യനൊന്നുമല്ല, എന്റെ ഭർത്താവാ. വാ പൊളിച്ചിരിക്കുന്ന ഇളയമ്മയെ നോക്കി അവൾ ചോദിച്ചു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മോളെ, അവള് പെട്ടെന്നൊരു ദേഷ്യത്തിന് പറഞ്ഞതാ. മോൾ ക്ഷമിക്കേ. അച്ഛൻ ആ വീട്ടിലെ ഒറ്റയ്ക്കല്ലേ മോളെ. മോൾക്ക് അവിടെ പോയി താമസിച്ചാലെന്താ? ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി താമസിക്കേ. എന്തിനാ ഈ ഫ്ലാറ്റിന് വാടക കൊടുക്കുന്നേ? അനുനയവുമായി എഴുന്നേറ്റ ഇളയച്ചനെ അവൾ കൈ ഉയർത്തി തടഞ്ഞു. എന്റെ പൊന്ന ഇളയച്ച, വേണ്ട. ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചു പോയിക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാവോ? അവൾ അവർക്കു മുന്നിൽ കൈ കൂപ്പി. വാ മനുഷ്യ, ഇനി എന്ത് കേൾക്കാൻ നിൽക്കുക? സമാധാനമായില്ലേ നിങ്ങൾക്ക്? ഇളയമ്മ ഇളയച്ചന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. മോള് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇളയച്ചൻ വീണ്ടും അവധ പറയാൻ നിന്നു. ഇളയച്ചൻ ചെല്ല്. ഇളയമ്മ തിളച്ചു നിൽക്കുക. അവൾ അവരുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. അവളെ ഒരിക്കൽ കൂടി ദഹിപ്പിക്കും വിധമെന്ന് നോക്കിയിട്ട് ഇളയമ്മ പുറത്തേക്ക് നടന്നു. അവർക്കു പുറകെ നിസ്സഹായനായി ഇളയച്ചനും. ഓ, ഒന്ന് സമാധാനമായി ജീവിക്കാന്ന് വിചാരിച്ച സമ്മതിക്കൂല. തലവേദന എടുക്കുന്നു. അവൾ നെറ്റ് തിരുമിക്കൊണ്ട് ഹാളിലെ സെറ്റിയിലേക്കിരുന്നു. എന്താടാ, മരുന്ന് വല്ലതും വേണോ? വേണ്ട. അവൾ കണ്ണുകൾ പൂട്ടി സെറ്റിയിലേക്ക് ചാരിക്കിടന്ന് നെറ്റി മെല്ലെ തടവി. സുദേവ് അവളുടെ അടുത്ത് ചെന്നിരുന്ന് ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ കൈ എത്തിച്ച് അവളുടെ തോളത്തൊന്ന് തൊട്ടതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. ഒരു നിമിഷം അനങ്ങാതിരുന്ന അവൻ പിന്നെ അവളെ ചേർത്തു പിടിച്ച് മുടിയിൽ മെല്ലെ തലോടി കൊടുത്തു. കുറച്ചു സമയത്തിനുള്ളിൽ കരച്ചിൽ തേങ്ങലായി മാറിയപ്പോഴും അവൻ അവളെ ചേർത്തു പിടിച്ചിരിക്കുകയായിരുന്നു. അവളുടെ വേദനകൾക്കുള്ള മരുന്ന് അവന്റെ നെഞ്ചിലെ ചൂടാണെന്ന് തിരിച്ചറിഞ്ഞതുപോലെ അവൾ ആ നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് കിടന്നു. മുറിയിലിരുന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൻ തലചരിച്ച് നോക്കി. ദീപക്കുട്ടി. അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്താതെ അവൾ വിളി കേട്ടു. ഫോണടിക്കുന്നു. ഞാൻ പോയി എടുക്കട്ടെ? എന്നാ മാറ്. അവൾ അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ചു. മാറട ഭാര്യയെ, ആരാണെന്ന് നോക്കട്ടെ. നെഞ്ചോരമൊരു ചിരിയും ഒപ്പം വലത്തെ നെഞ്ചിലൊരു കടിയും കിട്ടി. ഔ! അവനൊന്ന് ചാടി. അവൾ മുഖം തുടച്ച് ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറി. അവളുടെ മുടിയിഴകളിൽ വിരലുകൾ കോർത്തൊന്ന് ചിക്കിയിട്ട് അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അപ്പോഴേക്കും ഫോൺ കട്ടായിട്ട് രണ്ടാമത് അടിച്ചു തുടങ്ങിയിരുന്നു.
ഫോൺ എടുത്ത് കോൾ കണക്ട് ചെയ്തുകൊണ്ട് അവൻ തിരികെ ഹാളിലേക്ക് വന്നു. ആശ്രയയുടെ ചേട്ടനാണ്. അവൻ പറഞ്ഞത് കേട്ട് അവൾ ആകാംക്ഷയോടെ അവരുടെ സംസാരം ശ്രദ്ധിച്ചു. അവൻ ഫോൺ സ്പീക്കർ മോഡിലിട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഹലോ, പറയൂ ശ്രാവൺ. സുദേവ്, ഞങ്ങൾ ഡേറ്റുകൾ നോക്കിയേട്ടോ. പെട്ടെന്ന് കല്യാണം നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വല്ലതുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? എപ്പോഴായാലും ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 നല്ല ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ടേ. നിശ്ചയത്തിന് ഓഗസ്റ്റ് 10-ാം തീയതി, പിന്നെ കല്യാണം സെപ്റ്റംബർ 7-ാം തീയതി, അതായത് 1-ാം ഓണത്തിൻ്റെ അന്ന്. എന്തു പറയുന്നു? ഓഗസ്റ്റ് 10 എന്ന് പറയുമ്പോ ഇനി 10 ദിവസമല്ലേ ഉള്ളൂ. അതെ, അതാ ഞാൻ ചോദിച്ചത്. പക്ഷേ നല്ല മുഹൂർത്തമാണെന്നാ ജോത്സ്യർ പറഞ്ഞത്. എങ്കിൽ പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഈ ഞായറാഴ്ച കാലത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ചു പേർ, ഒരു 15 പേര് കാണും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. യെസ്, അത് മതി. ശരി, ഗുഡ് നൈറ്റ് സുദേവ്. ഓക്കെ, ഗുഡ് നൈറ്റ് ശ്രാവൺ. അങ്ങേ തലക്കൽ കോൾ കട്ടായി. അയ്യോടാ, ഓഗസ്റ്റ് 10 എന്ന് പറയുമ്പോ അന്ന് തന്നെയാ വരുണ്ട നിശ്ചയം. അപ്പോ അതിന് പോകാൻ കഴിയില്ല. അവൾ അല്പം നിരാശയോടെ അവനെ നോക്കി. അത് സാരമില്ലടാ, വൈകുന്നേരം വന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് പോകാം, അതുപോലെ. അത് മതി. അപ്പൊ ഇനി 10 ദിവസമല്ലേ ഉള്ളൂ. ഇനി ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? എല്ലാം പെട്ടെന്ന് വേണമല്ലോ. യെസ്, അവളോട് പറഞ്ഞിട്ട് അവനൊരു പാട്ട് തോന്നിയ പോലെ കാച്ചി. ഓർക്കാപ്പുറത്തൊരു കല്യാണം, ഉടനൊരു സദ്യ ഒരുക്കേണം, തുമ്പപ്പൂ ചോറ് വിളമ്പാൻ പുത്തരി ചമ്പാരി വേണം. ഉണ്ണിയേട്ടൻ പാടോ? അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. പിന്നെ ആളുകളെ പിരിച്ചുവിടേണ്ട ആവശ്യം വരുമ്പോ ഞാൻ പാടാറുണ്ട്. ഒരു പാട്ട് പ്ലീസ്. ഒന്ന് പോയേ കൊച്ചേ, എനിക്കൊന്നും അറിയില്ല പാടാൻ. പ്ലീസ് പ്ലീസ് പ്ലീസ്. അവൾ ചിക്കാനും തോണ്ടാനും തുടങ്ങിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് സെറ്റിക്കു ചുറ്റും ഓടാൻ തുടങ്ങി. അവനെ പിടിക്കാൻ പുറകെ അവളും. 2-3 ചുറ്റ് സെറ്റിക്കു ചുറ്റും അവളെയിട്ട് ഓടിച്ചു കഴിഞ്ഞ് പുറകെ ഓടി വന്നവളെ പിടിച്ചു നിർത്തിയിട്ട് അവൻ ചോദിച്ചു, പാടാം പാടാം, ഇപ്പോഴല്ല പിന്നൊരിക്കൽ. ഇപ്പോ നമുക്ക് അപ്പച്ചിയെയും ഹരിയെയും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടേ? അപ്പോഴാണ് അവളും അക്കാര്യം ഓർത്തത്. അച്ചോടാ, അത് ശരിയാ, ഞാൻ ആശ്രയം വിളിക്കട്ടെ. തന്റെ മൊബൈൽ എടുക്കാൻ അവൾ റൂമിലേക്ക് നടന്നപ്പോൾ സുദേവ് ഹരിയുടെ മൊബൈലിലേക്ക് വിളിക്കാൻ അവന്റെ നമ്പർ സെലക്ട് ചെയ്തു. പിറ്റേ ദിവസം കാലത്ത് പതിവ് പോലെ ചായയും പലഹാരവും തയ്യാറാക്കിയതിനു ശേഷം ഡൈനിങ് ഹാളിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു രണ്ടും കൂടി. ഉണ്ണിയേട്ടാ, ഹരിയേട്ടൻ ഇന്ന് ഉച്ചക്ക് തന്നെ വരുമല്ലോ അല്ലേ? ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ലീവ് പറഞ്ഞേക്കുവാ. ഇനി ആകെ 9 ദിവസമല്ലേ ഉള്ളൂ. ലഹങ്ക തയ്പ്പിക്കാമെന്നാ അവള് പറയുന്നേ. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഭ പറഞ്ഞത് കേട്ട് സുദേവ് അവളെ നോക്കി. വിഭക്കുട്ടി, എന്തിടാനാ ഉദ്ദേശിക്കുന്നേ? എന്തിടണം? ലഹങ്ക തന്നെ ആയാലോ? അത് മതിയല്ലേ? അപ്പൊ ഉണ്ണിയേട്ടനോ? ഞാനൊരു ഷർട്ടും മുണ്ടും. ഷർട്ടും മുണ്ടും ഇത് ഈ കയ്യിൽ വെച്ച് ഒരൊറ്റ കുത്തുവെച്ച് വന്നാലുണ്ടല്ലോ. ഇന്ന് പോകുമ്പോ ഞാൻ സെലക്ട് ചെയ്യും, അതിട്ടാ മതി. ശരി ഭാര്യ. അവൻ തന്നെ വിളിച്ചത് കേട്ട് അവൾ കുറച്ചു നേരം കണ്ണും കൂർപ്പിച്ച് അവനെ നോക്കിയിരുന്നു. അതെ, ഇന്നലെ ഇളയമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞൊന്നു വെച്ച് അതും പറഞ്ഞെന്നെ ഇനി കളിയാക്കണ്ട. അവൾ കവിൾ വീർപ്പിച്ചു. അതിനാരാ കുഞ്ഞോളെ കളിയാക്കി? അവളുടെ വീർപ്പിച്ചു പിടിച്ച കവിളിൽ ഇടം കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തിയിട്ട് കഴിച്ചു കഴിഞ്ഞ പാത്രവും എടുത്ത് അവൻ അടുക്കളയിലേക്ക് നടന്നു. അവൻ പറഞ്ഞിട്ട് പോയ ആ വാക്കുകൾക്കുള്ളിലെ അർത്ഥം കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. അടുക്കളയിലേക്ക് കടക്കും മുന്നേ ഒന്ന് പാളി നോക്കിയ സുദേവ് കിളി പോയതുപോലെ ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരിക്കുന്നവളെ കണ്ട് ഊറിച്ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പോയി ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പിന്നെ കൂട്ടത്തിലെ സബ്സ്ക്രൈബ് ചെയ്യാനും
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കല്ലേ. See you soon.